സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഭീകരവാദം. നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയാണ് നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായി കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ ശിരോവസ്ത്രം ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നടത്തിയത് ശ്രീമതി ശോഭാ സുരേന്ദ്രന് അത് ഭീകരവാദമാണ്. എന്തുകൊണ്ടാണ് ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അത് ഭീകരവാദമായി ചർച്ച നയിക്കുമ്പോൾ ഷാനിക്ക് മനസ്സിലാകും. അല്ല, അത് ഭീകരവാദമാണോ? ഈ ചോദിച്ച ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത്. ഷാനി ചോദിച്ച എല്ലാ ചോദ്യത്തിനും അത് അനിൽ ആന്റണിയെ ഫോണിൽ വിളിച്ചാൽ മതി. അത് അനിൽ ആന്റണിയെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഷാനി പറഞ്ഞാൽ മതി. പറഞ്ഞത് നിങ്ങളുടെ ബിജെപിയുടെ ദേശീയ സെക്രട്ടറിക്കെതിരെ ഇന്നെടുത്ത രണ്ടാമത്തെ കേസാണ്. അത് ഇന്നെടുത്ത രണ്ടാമത്തെ കേസാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേശീയ സെക്രട്ടറി എന്തുദ്ദേശത്തിൽ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ബിജെപിയുടെ ദേശീയ സെക്രട്ടറിക്ക് ഷാനി ഞാൻ പറയാം, അല്ല, ബിജെപിയുടെ ദേശീയ സെക്രട്ടറിക്ക് അങ്ങനെ കൃത്യമല്ലാത്ത ഒരു വിവരം കിട്ടുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കാനും ആ തെറ്റ് തിരുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കോളൂ. അതിനെക്കുറിച്ചല്ലല്ലോ ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച ഞാൻ തുടക്കത്തിൽ പറഞ്ഞ താങ്കൾ കേട്ടല്ലോ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ വിഷയവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കൂ. ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പോലും ഇത് ഉന്നയിച്ച എന്താണ്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ അനിൽ കെ ആന്റണിയും ഉണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഇത് രണ്ടും എങ്ങനെയാണ് വേറെ ആകുന്നത്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. കേരളത്തെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞു ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം. ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കൂടി പൂർത്തിയാക്കാൻ അനുവദിക്കൂ. നീ തീർന്നടാ, നീ തീർന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത്, അദ്ദേഹം പോസ്റ്റ് ചെയ്തതെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞു. അതിലെന്താണ് തെറ്റെന്നും ഇപ്പോൾ അനിൽ കെ ആന്റണിക്ക് സമൂഹത്തിൽ ഗുരുതരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾ അതിര് കിടക്കുന്നു. എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു വീഡിയോ ആണത്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയമാണ്, നിങ്ങൾക്ക് സംശയമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ടായിരുന്നു. അത് തിരുത്താൻ അനിൽ ആന്റണി തയ്യാറാകണം. എങ്ങനെ തിരുത്തണം? എന്തിനാണ് കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ?